ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഉള്ളി വഴറ്റൊന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കോൺ ഒന്ന് വേവിച്ചിട്ടുള്ളതാണ്, സ്വീറ്റ് കോൺ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവോള ചെറുതായിട്ടൊന്ന് കുത്തി അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പോളം ബോൺലെസ് ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചധികം മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ചീസും കൂടി ഇടുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ബ്രെഡിനകത്താണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ സെൻറ്ററിൽ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കുത്തി നിറച്ച് ഫില്ലിങ് വെക്കണ്ട, ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് കൂടുതൽ ചീസി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ചീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു കോഴിമുട്ടയുടെ മിക്സിലൊന്ന് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് 2-3 എണ്ണം ഇതുപോലെ ഒന്ന് ബ്രെഡ് എഗ്ഗിലൊക്കെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്പാച്ചില വെച്ചിട്ട് 2 തവി വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഈ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തവി വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഓരോ സൈഡും നമ്മളിങ്ങനെ ഈ ഒരു പാനിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുമ്പോൾ ആ സൈഡൊക്കെ നല്ലപോലെ കുക്കായിട്ട് വരും. ഇതുപോലെ നമ്മൾ 4 സൈഡും ഇതുപോലെ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം 2 ബ്രെഡിൻ്റെ. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ കുക്കായി കിട്ടും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓയിലും ആവശ്യമില്ല. ഇപ്പോൾ ഇത് എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമല്ലേ. എല്ലാ സൈഡും ഒരേപോലെ കളറിൽ വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.